നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുകയാണ്. ഓണവിശേഷങ്ങളുണ്ട്, മറ്റു വാർത്തകളുണ്ട്. ഞാൻ കീർത്തന കേശവൻ. ഇന്ന് തിരുവോണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വിശ്വമാനവികതാ സന്ദേശം പകരുന്ന സമത്വത്തിന്റെ മഹത്തായ ആഘോഷം. ഉള്ളവനില്ലാത്തവന് കൊടുത്തും കഷ്ടപ്പെടുന്നവന് താങ്ങായി നിന്നും ഈ ആഘോഷത്തെ നമുക്ക് അതിന്റെ പൂർണ്ണതയിലെത്തിക്കാം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം. മലനാടിന്റെ വായുവിലുള്ള മധുരോദാര വികാരമാണ് ഓണം എന്നെഴുതിയത് കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. മലരിൻ കൂട നിറയ്ക്കുന്ന തുമ്പകളും ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്ന നറുമുക്കുറ്റികളും വെള്ളിത്താലവും ഏന്തി നിൽക്കുന്ന നെയ്യാമ്പലുകളുമായി തിരുവോണത്തെ വരവേൽക്കുകയാണ് കേരളം. പ്രകൃതി ഒരുക്കിയ സ്വീകരണ പന്തലിലൂടെയാണ് മാവേലി മന്നന്റെ വരവ്. പഞ്ഞക്കർക്കടകത്തിൽ നിന്ന് ചിങ്ങവെയിലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണത്തിലെത്തുമ്പോൾ പ്രകൃതിബന്ധിതമായ കഥകളിൽ പോലുമുണ്ട് മനോഹാരിത. ഓണപ്പൂക്കളത്തിൽ തുമ്പപ്പൂവിന് പ്രാധാന്യം ലഭിച്ചതിൽ പോലുമുണ്ട് ഒരു ഐതിഹ്യം. മഹാബലിയെ വരവേൽക്കാൻ മറ്റു പൂക്കളൊക്കെ ഒരുങ്ങിച്ചെന്നപ്പോൾ തുമ്പ മാത്രം നാണിച്ച് ഒതുങ്ങി നിന്നു. മറ്റു പൂക്കളെ തഴുകി അനുഗ്രഹിച്ച മാവേലി തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ചുവത്രേ. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പുത്സവമായ ഓണത്തിന് മാവേലിയുടെ ഐതിഹ്യം മറ്റൊരു പൂത്താലിയാണ്. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കലായി അത് മാറുന്നു. നാടിന് നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഭരണാധികാരിയോട് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന മറ്റേതുത്സവമാണ് ലോകത്തുള്ളത്? പൂക്കളവും പൂവിളികളുമായി തിരുവോണത്തെ വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓണസദ്യയാണ്. ഉണ്ടറിയണം ഓണം എന്നാണ് പറയാറ്. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയുമൊക്കെയായി ഓണാഘോഷങ്ങൾ തുടരും. മതജാതി വേർതിരിവുകൾക്കപ്പുറം ഒരുമയുടെ സന്ദേശമാണ് മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ആഘോഷം മുന്നോട്ട് വയ്ക്കുന്നത്. തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ച മാവേലി നമുക്കൊരു മാതൃകയാണ്. സാധാരണക്കാരനെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ആഹ്വാനമാണ് അതിനു പിന്നിൽ. തിരുവോണത്തിന്റെ നിറസമൃദ്ധിയിലേക്ക് നാം കടക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ മൂലം ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവരെ മറന്നുകൂടാം. അവരെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ നല്ല ദിനത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. ആരും അനാഥരാകില്ലെന്നും നാം അവർക്കൊപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകാം. മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും 24ന്റെ തിരുവോണ ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ആറന്മുളയപ്പനെ സമർപ്പിക്കാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിലെത്തി. കാട്ടൂരിൽ നിന്നാണ് ദേശപ്രമാണിമാരുടെ നേതൃത്വത്തിൽ തിരുവോണത്തോണി ആചാരപൂർവ്വം പുറപ്പെട്ടത്. വഞ്ചിപ്പാട്ടുപാടിയാണ് ശ്രീകോവിലേക്ക് തിരുവോണത്തോണിയെ ആനയിച്ചത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവിടെ നടക്കുന്നത് ഏതൊക്കെ ചടങ്ങുകളാണ്? കീർത്തന, ആദ്യമേ ഓണാശംസകൾ. നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി എത്തുമ്പോൾ തിരുവോണത്തോണി ഇവിടേക്ക് അടുത്തിട്ടുണ്ടായിരുന്നില്ല. സൂര്യോദയത്തിന് മുൻപ് സാധാരണ തിരുവോണത്തോണി അടുക്കണമെന്നതാണ് ആചാരം ഉണ്ടായിരുന്നത്. എന്തായാലും 5:45 തിരുവോണത്തോണി കടവിന്റെ പരിസരത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ കീർത്തന സൂചിപ്പിച്ച പോലെ തന്നെ കാട്ടൂരിലെ 12 ദേശപ്രമാണിമാരുടെ, മങ്ങാട്ട് ഭട്ടതിരി അടക്കമുള്ള 12 ദേശപ്രമാണിമാരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ആ ക്ഷേത്രത്തിൽ നിന്ന് ഈ തിരുവോണത്തോണി വിഭവങ്ങളുമായി തിരുവോണ സദ്യയ്ക്ക് തിരുവാറന്മുളയപ്പന് ഊട്ടാനുള്ള തിരുവോണ സദ്യയ്ക്ക് ഉള്ള വിഭവങ്ങളുമായി അവിടെ നിന്ന് പുറപ്പെട്ടത്. എന്തായാലും പല ആചാരങ്ങൾക്കപ്പുറത്തേക്ക് കുറെ ആളുകളുടെ ഉത്സവ തിമിർപ്പ് കൂടിയാണ് ഈ തിരുവോണത്തോണിയും അതുപോലെ തന്നെ ആറന്മുള അപ്പന്റെ ഈ ഒരു തിരുവോണ ദിവസമുള്ള ഇവിടുത്തെ ക്ഷേത്ര ദർശനവും ഒക്കെ. നേരത്തെ കീർത്തന സൂചിപ്പിച്ച പോലെ തന്നെ വഞ്ചിപ്പാട്ടുപാടിയാണ് വിവിധ പള്ളിയോടങ്ങൾ, വിവിധ കരകളിൽ നിന്നെത്തിയ പള്ളിയോടങ്ങൾ, 52 കരകളുണ്ട്. അതിൽ ചില പള്ളിയോടങ്ങൾ അകമ്പടി സേവിച്ച് എത്തിയിരുന്നു. ഈ കരകളിൽ നിന്നെത്തിയ പള്ളിയോടങ്ങൾ പൂർണ്ണമായി വഞ്ചിപ്പാട്ടുപാടി ഇവിടേക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ച ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ പള്ളിയോട സേവാ
സംഘത്തിനെയും ഒക്കെ ഭാരവാഹികൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് തിരുവോണ ദിവസം തിരുവാറന്മുളയപ്പനെ തൊഴുത് ഇതിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അതിനുവേണ്ടി ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നിരവധി ആളുകളുണ്ട്. രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്നതാണ് ഈ തിരുവോണത്തോണി എത്തുന്നത്. പമ്പാ നദിയുടെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ തിരുവോണത്തോണി എത്തുന്നത് കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവരെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാത്രമേ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ. എന്തായാലും ആ ഒരു ആചാര പെരുമയോടുകൂടി. ചേട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ ഇവിടെ റാന്നി. എല്ലാ തവണയും വരാറുണ്ടോ? ഉണ്ട്. ഞാൻ ഈ പ്രാവശ്യമാണ് വന്നത് ആദ്യമായിട്ട് വരാണ്. ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ ഇപ്പോഴാണ് വന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, പല മേഖലകളിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോളൂ. ഓണമൊക്കെ അല്ലേ? എന്ത് എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? തിരുവോണത്തോണി വഴിപാടുമുണ്ട്. അത് ഓരോ പ്രാവശ്യം കൊണ്ടുകൊടുക്കും. പുകയില വെറ്റുപുകയിലെല്ലാം ഓരോ വർഷവും കൊണ്ടുകൊടുക്കും. കൊടുത്തിട്ട് ആ തിരുവോണത്തോണിയിൽ നിന്ന് കിട്ടുന്ന സാധനം വീട്ടിൽ കൊണ്ടുവന്ന് പാചകത്തിനെടുക്കും. തീർച്ചയായും ഇതൊക്കെയാണ് ഇവരുടെ ഒരു സന്തോഷം. ആചാരം എന്നൊക്കെ പറയുന്നത് അതാണ്. തിരുവോണത്തോണിയിൽ നിന്ന് കിട്ടുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പാചകം ചെയ്യുമെന്നാണ് പറയുന്നത്. വലിയ സന്തോഷത്തോടു കൂടി ആ ഒരു ആഘോഷ തിമിർപ്പ്, ആചാര പെരുമ ഒട്ടും തന്നെ ചോരാതെ ആറന്മുളയപ്പന് നിവേദ്യമായി സമർപ്പിക്കാൻ തിരുവോണത്തോണി എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ തിരുവാറന്മുളയപ്പനെ തൊഴുത് തിരുവോണ നാളിലേക്ക് ആഘോഷത്തിലേക്ക് കടക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കീർത്തന. ശരി ശ്രീജിത്ത്, എന്തായാലും തുടക്കത്തിൽ പറയാൻ സാധിച്ചില്ല. തിരുവോണാശംസകൾ, നല്ലൊരു ഓണമാകട്ടെ. അങ്ങനെ ആറന്മുളയപ്പനെ സമർപ്പിക്കാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തെ എത്തിയിരിക്കുകയാണ്. ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ ഓണക്കോടി എന്നാൽ ഒരു കാലത്ത് മഞ്ഞ ചിറ്റാടയായിരുന്നു. പഴമക്കാർ പ്രൗഢി വിളിച്ചോതിയിരുന്ന ചടങ്ങ് ഇന്നും പലയിടങ്ങളിലും ആചാരം പോലെ തുടരുന്നുണ്ട്. കാസർഗോഡ് എത്തിയാൽ തിരുവോണ നാളിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. പൂവിരുത്തെത്തുന്ന കൊച്ചുമിടുക്കുകൾ പൂക്കളം ഒരുക്കുമ്പോഴേക്കും ആൺകുട്ടിക്ക് ചിറ്റാട നൽകുന്നതിനുള്ള ചടങ്ങ് തുടങ്ങും. മയിൽപ്പീലി ചൂടിയ മണിവർണ്ണന് നന്ദഗോപർ ആദ്യമായി അണിയിച്ച പീതാംബരമാണ് മഞ്ഞ ചിറ്റാടയെന്ന് ഐതിഹ്യം. മഞ്ഞൾ നിറം ചേർത്ത നൂലുകളൊരുക്കി പ്രത്യേക പാവുണ്ടാക്കിയാണ് മഞ്ഞ ചിറ്റാട നെയ്തെടുക്കുന്നത്. 1 മുഴം മുതൽ 5 മുഴം വരെയാണ് ഇതിന്റെ നീളം. തിരുവോണ നാളിൽ 5 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കാണ് ചിറ്റാട നൽകുക. കുളി കഴിഞ്ഞെത്തുന്ന കുട്ടി പൂജാമുറിയിലെത്തി പ്രാർത്ഥിക്കുന്നതോടെ വീട്ടിലെ മുതിർന്ന അംഗം ചിറ്റാട നൽകും. പണ്ട് കാലങ്ങളിൽ വടക്കേ മലബാറിൽ കൊച്ചുകുട്ടികൾക്ക്, അതായത് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികൾ മഞ്ഞ ചിറ്റാട് ഉടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കാരണവന്മാർ കുട്ടിക്ക് ആ ചിറ്റാട കൊടുക്കുകയും കുട്ടിയുടെ അമ്മ ഉടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു മഞ്ഞ ചിറ്റാട് ഉടുക്കൽ. തുടർന്ന് തിരുവാതിരയും ഓണക്കളികളുമായി ആഘോഷമാണ്. ഓണനാളിൽ ചിറ്റാട അണിഞ്ഞ കുഞ്ഞിനെ കാണുന്നത് ഭഗവാൻ കൃഷ്ണനെ കാണുന്നതിന് തുല്യമായിരുന്നു പഴമക്കാർക്ക്. വടക്കൻ മലബാറിലെ പല ഭാഗങ്ങളിലും ഇന്നും ആ ചടങ്ങ് തുടർന്നു പോരുന്നുണ്ട്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പ്രസിദ്ധമായ തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം മഹാബലി എതിരേൽപ്പ് നടക്കും. 10:30 വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ തുടങ്ങും. 20,000 പേർക്കാണ് കളമശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സദ്യ ഒരുക്കുന്നത്. തിരുവോണ സദ്യ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിശേഷങ്ങളുമായി തൃക്കാക്കരയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഓണാശംസകൾ. ആദ്യം തന്നെ എന്തൊക്കെയായി അവിടുത്തെ ഒരുക്കങ്ങൾ? വലിയ ഭക്തജന തിരക്ക് അവിടെ ഉണ്ടോ ഇപ്പോൾ? ഹാപ്പി ഓണം കീർത്തന. നിലവിൽ ഭക്തജന തിരക്ക് ആരംഭിച്ചിട്ടുണ്ട് തൃക്കാക്കര അമ്പലത്തിൽ. കേരളത്തിൽ തന്നെ ഇത് ആകെയുള്ളൊരു ക്ഷേത്രമാണ്. അതായത് വാമനെയും അതോടൊപ്പം മഹാബലിയെയും
ശിവനെയും എല്ലാം ആരാധിക്കുന്ന ഒരൊറ്റ ക്ഷേത്രം മാത്രമാണ് കേരളത്തിലുള്ളത്. തൃക്കാക്കര ക്ഷേത്രമാണ്. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ ഉത്സവമാണ്. ഇന്ന് ആ ഉത്സവത്തിന് പരിസമാപ്തിയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ തൃക്കാക്കര അമ്പലത്തിലുള്ള ഓണസദ്യയാണ്. മതസൗഹാർദ്ദ സദ്യ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഓണസദ്യയാണ്. അതിനു മുമ്പുള്ള ചടങ്ങുകൾ, മഹാബലി എതിരേൽക്കുന്ന ചടങ്ങുകളടക്കം ഉണ്ട്. അതിനുശേഷമായിരിക്കും സദ്യ ആരംഭിക്കുക. ഏകദേശം 11:30 സദ്യ ആരംഭിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. 25,000 പേർ, അതിലധികം ആളുകൾ സാധാരണഗതിയിൽ എത്താറുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നും. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ തിരുവോണ ദിവസത്തിൽ ഇന്നേക്ക് എത്താറുണ്ട്. രാവിലെ തന്നെ ഈ തിരക്ക് സൂചിപ്പിക്കുന്നത് അതാണ്. രാവിലെ എത്തിയതാണോ? എവിടുന്നാണ്? ഇവിടുന്ന് അടുത്തുനിന്നാണ്? എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണമായിട്ട് അമ്പലത്തിൽ പോയിട്ട് ബാക്കി കറിക്കരിയൽ അങ്ങനെ പരിപാടിക്കൊക്കെ കയറണം. എന്താണ് രാവിലെ എത്തിയാണോ ചേച്ചി? എവിടെ നിന്നാണ്? ഞാൻ ചിറ്റേത്തുവരെ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. രാവിലെ തന്നെ തൃക്കാക്കരപ്പനെ കണ്ട് തൊഴുത് അതിനുശേഷം ഓണത്തിലേക്കുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള പരിപാടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എറണാകുളത്തുള്ള ആളുകളുടെ ഒരു ശീലം അങ്ങനെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ നാളുകളായി അത് തന്നെയാണ് അവരുടെ ശീലം. ആ പതിവിന് ഇത്തവണയും മാറ്റമില്ല. തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഈ പ്രദേശം, ഈ അമ്പലത്തിൻ്റെ ഈ ചുറ്റമ്പലം മുഴുവൻ ജനനിബിഡമാകും. അതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത്. ഈ വർഷവും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. അല്പസമയത്തിനകം തന്നെ അമ്പലത്തിലെ ചടങ്ങുകൾ, ഔദ്യോഗികമായ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. മന്ത്രി പി രാജീവാണ് ഈ സദ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തുക. വിഭവസമൃദ്ധമായ സദ്യയാണ്, വളരെ പ്രസിദ്ധമായ സദ്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തുനിന്ന് അടക്കം ആളുകൾ ഈ സമയത്ത്, സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഓണത്തിനൊരു ഭക്തിയുടെ പരിവേഷം നൽകുന്ന, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ലെവലിലൊക്കെ നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര. ഇവിടെ നിന്നാണ് ഓണം ആരംഭിക്കുന്നതും എറണാകുളത്തെ ഓണം അവസാനിക്കുന്നതും. കീർത്തന. ശരി വിഷ്ണു, എന്തായാലും ഓണം ഗംഭീരമായി ആഘോഷിക്കുക. തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ഓണത്തിന് പൊലിമയേകാൻ ഇക്കുറി 2 MLA-മാർ ചേർന്ന് ആലപിച്ച ഒരു ഗാനവുമുണ്ട്. ഒന്നിങ്ങ് പോരുമോ മാവേലി എന്ന് ജനനായകൻ പാടിയപ്പോൾ സംഗീത ആൽബം വൈറലായി. മനോഹരമായ ഒരു ഓണപ്പാട്ട് സംഗീത ആൽബമാക്കണമെന്നത് 24 ചവറ പ്രാദേശിക ലേഖകൻ ഗോപു നീണ്ടകരയുടെ തീരുമാനമായിരുന്നു. എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയാണ് നിയമസഭാ സാമാജികരെ കൊണ്ട് പാടിപ്പിക്കാമെന്ന ആശയത്തിലേക്കെത്തിയത്. സംഗതി അറിഞ്ഞപ്പോൾ MLA-മാർ ഡബിൾ ഓക്കെ. MLA-മാരായ ദലീമയും ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും ചേർന്നാണ് ഓണപ്പാട്ട് ആലപിച്ചിരിക്കുന്നത്. ജോയി തമലത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് സംഗീതാധ്യാപകനും സംഗീത സംവിധായകനുമായ കൃഷ്ണലാൽ. ചവറ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ആൽബം സംവിധാനം ചെയ്തത് ഗോപു നീണ്ടകരയാണ്. MLA ആകുന്നതിന് മുൻപ് തന്നെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ആളാണ് ദലീമ. ഡോക്ടർ സുജിത് വിജയൻ പിള്ള നിരവധി വേദികളിൽ സംഗീതാഭിരുചി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആൽബത്തിനു വേണ്ടി പാടുന്നത് ആദ്യമായി. പൊതുപ്രവർത്തനത്തിനൊപ്പം സംഗീതത്തെയും ജീവിതത്തോട് ചേർത്തു നിർത്തുന്ന 2 നിയമസഭാ സാമാജികർ ചേർന്ന് ഇത്തവണ മലയാളികൾക്ക് സമ്മാനിക്കുന്നത് അപൂർവമായ സംഗീതാനുഭവം. ആർ അരുൺരാജ്, 24, കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ച 3 സ്ത്രീകളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കളെത്തി ഏറ്റുവാങ്ങും. ഇന്നലെ വൈകുന്നേരം 6:45 കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ചിങ്ങവനം സ്വദേശികളായ ചിന്നമ്മ, ഏഞ്ചൽ, അലീന തോമസ് എന്നിവർ ട്രെയിൻ തട്ടി മരിച്ചത്. കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നതിനിടെ മൂവരും ട്രാക്കിൽ കുടുങ്ങിയതാണ് അപകട കാരണം.
കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുക. ഇന്നലെ വൈകിട്ടാണ് സന്ദീപ് ഘോഷിനെയും തല പോലീസ് സ്റ്റേഷൻ SHO അഭിജിത് മോണ്ടലിനെയും CBI അറസ്റ്റ് ചെയ്തത്. അന്വേഷണം വഴിതെറ്റിക്കൽ, തെളിവ് നശിപ്പിക്കൽ, FIR വൈകിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. മെഡിക്കൽ കോളേജ് അഴിമതി കേസിൽ സന്ദീപ് ഘോഷിനെ CBI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി കഴിയുന്നതിനിടെയാണ് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.